എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ 14 സ്ലീബാ പെരുന്നാൾ ദിവസമാണ്. കർത്താവിൻ്റെ കുരിശ് ഹെലനി രാജ്ഞി കണ്ടെടുത്തതിനെ അനുസ്മരിക്കുന്ന ദിവസം. AD 326 കുസ്തന്തോസ് ചക്രവർത്തിയുടെ മാതാവായ ഹെലനി രാജ്ഞി യെരുശലേമിൻ്റെ തെരുവോരങ്ങളിൽ വളരെ വലിയ അധ്വാനങ്ങളും ഗവേഷണങ്ങളും നടത്തി കർത്താവിൻ്റെ കുരിശ് കണ്ടെടുക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം നിന്ദ്യമായും നികൃഷ്ടമായും തള്ളപ്പെട്ട കുരിശ് ദീർഘമായ 300 വർഷങ്ങളോളം അവഹേളിതമായി ഭൂമിക്കടിയിൽ കിടക്കേണ്ടി വന്നു. എങ്കിലും ഒരു രാജമാതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഗവേഷക സംഘം അതിനെ വീണ്ടെടുക്കുന്നതോടുകൂടി കുരിശിൻ്റെ മഹത്വം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. കുരിശ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ലക്ഷ്യവും മാർഗവും വിജയക്കൊടിയും സുവിശേഷത്തിൻ്റെ സാരാംശവും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകവുമെല്ലാമായി വളരുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് നാം കാണുന്നത്. കുരിശിനെ പ്രധാനമായി അറിയുന്നത് ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ കുരിശ് എന്നാണ്. കുരിശിന് ജീവനുണ്ട് എന്ന് പറയുവാൻ കാരണം ജീവനുള്ളവൻ അതിലേക്ക് പ്രവേശിച്ചു എന്നതാണ്. ഓർത്തഡോക്സ് സഭകൾ ഉപയോഗിക്കുന്ന കുരിശിൽ കുരിശിക്കപ്പെട്ട കർത്താവിൻ്റെ രൂപം ചേർത്ത് വയ്ക്കാറില്ല. കാരണം മരിച്ച കർത്താവിനെ അല്ല നമ്മൾ ആ കുരിശിൽ ദർശിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റവനും ജീവനുള്ളവനുമായ കർത്താവിനെയാണ്. അവൻ്റെ അദൃശ്യ സാന്നിധ്യം എപ്പോഴും കുരിശിൽ നിറഞ്ഞ് നിൽക്കുന്നു. അവനെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ല. എങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ജീവിക്കുന്ന സാന്നിധ്യം നാം ഉപയോഗിക്കുന്ന കുരിശിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ജീവനുള്ളതാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ജീവൻ നൽകുന്നതുമാണ്. പാപത്തിൽ മരിച്ചുപോയ ആദാമിന് ജീവൻ തിരികെ നൽകിയത് കുരിശിൽ നമ്മുടെ കർത്താവ് സ്വയം നൽകിയ തൻ്റെ ജീവനിലൂടെ ആയിരുന്നല്ലോ. ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് ജീവൻ തിരികെ നൽകുന്ന ത്യാഗത്തിൻ്റെ യാഗപീഠമാണ് കുരിശ്. രണ്ടാമതായി കുരിശ് അറിയപ്പെടുന്നത് ഒരു അടയാളവും മുദ്രയും ആയിട്ടാണ്. വീട് കൂദാശ, വാഹന കൂദാശ, വസ്തുവകകൾ പ്രത്യേകമായി വാഴ്ത്തപ്പെടുന്ന അവസരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് സ്ലീബായുടെ അടയാളത്താൽ മുദ്ര കുത്തപ്പെടുന്നു എന്നത്. സഭയുടെ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, ഇവയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന അടയാളം സ്ലീബായുടെ അടയാളമാണ്. അടയാളം എന്നത് ഒരാളിനെയോ വസ്തുവകകളെയോ ഉപകരണങ്ങളെയോ ഒക്കെ തിരിച്ചറിയുവാനായി നാം അതിന്മേൽ രേഖപ്പെടുത്തുന്ന പ്രത്യേക ചിഹ്നമാണ്. ദൈവത്തിന് വേണ്ടിയോ ദൈവരാജ്യത്തിന് വേണ്ടിയോ ഈ ലോകത്തിൽ വെച്ച് ഏതെങ്കിലും വസ്തുവകളെയോ വ്യക്തികളെയോ വേർതിരിച്ച് മാറ്റി നിർത്തുന്നു എങ്കിൽ അവരെ തിരിച്ചറിയുവാനായി അവരുടെ മേൽ പതിക്കുന്ന ചിഹ്നം എന്ന അർത്ഥത്തിലാണ് അടയാളം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മുദ്ര എന്നത് ഉടമസ്ഥാവകാശത്തിൻ്റെയും ആധികാരികതയുടെയും സൂചിത ചിഹ്നങ്ങളാണ്. മാമോദീസായിൽ വ്യക്തികളെയും ഉദാശിയിൽ വസ്തുവകളെയും മുദ്ര കുത്തുമ്പോൾ അത് ദൈവരാജ്യത്തിലേക്ക് ദൈവത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വകയായി വേർതിരിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് മുദ്ര കുത്തുന്നത്. ആ മുദ്ര കുത്തലിനായി ഉപയോഗിക്കുന്ന ചിഹ്നം കർത്താവിൻ്റെ കുരിശിൻ്റെ ചിഹ്നമാണ്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും ദൈവരാജ്യത്തിൻ്റെ അടയാളവും കുരിശാണ് എന്ന് സാരം. അതുകൊണ്ടാണ് കുരിശിൻ്റെ അടയാളം കാണുന്നിടത്ത് സാത്താൻ അടുക്കാതെ ഓടി അകലുന്നത്. കാരണം അത് അവൻ്റെ വകയല്ല എന്നവന് തിരിച്ചറിയുന്നു എന്നതാണ്. നമ്മൾ ഭയം വരുമ്പോഴോ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴോ പെട്ടെന്ന് കുരിശ് വരയ്ക്കുമ്പോൾ ധൈര്യം കിട്ടുന്നത് നമ്മുടെ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണെന്നും ആ പരിശുദ്ധാത്മാവ് നമ്മെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കൈവിടുകയില്ല എന്ന ഉറപ്പും നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. മൂന്നാമത് കുരിശ് കർത്താവിൻ്റെ പ്രസംഗപീഠമാണ്. വാക്കുകളില്ലാതെ ക്രിസ്തീയ സുവിശേഷം മുഴുവൻ ലോകത്തോടും വിളിച്ചു പറഞ്ഞത് കുരിശിൽ കിടന്നുകൊണ്ടാണ്. അവസാന തുള്ളി ചോര വരെ മറ്റുള്ളവരുടെ ഉദ്ധാരണത്തിനായി ഊറ്റിക്കൊടുക്കുവാൻ തയ്യാറാകുന്ന സ്നേഹത്തിൻ്റെ സുവിശേഷം, സ്വന്തം ജീവിതം കൊണ്ട് എഴുതിയ ആ സുവിശേഷം കർത്താവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കുരിശിൽ കിടന്നുകൊണ്ടാണ്. നാലാമത് കുരിശിൻ്റെ മുകൾ തട്ട് സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ അത് സ്നേഹത്തിൻ്റെ സ്ഥലമാണ്. കുരിശിൻ്റെ താഴത്തെ തട്ട് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ അത് ക്ഷമയുടെ സ്ഥലമാണ്. കുരിശിൻ്റെ ഇടതുവശം അനുസരണക്കേടിനെ പ്രതിനിധീകരിക്കുന്നു. അതിനെ തിരുത്തേണ്ടത് ആവശ്യമാകിയാൽ അത് അനുസരണത്തിൻ്റെ സ്ഥലമാണ്. കുരിശിൻ്റെ വലതുവശം വീണ്ടെടുപ്പിനെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ അത് ത്യാഗത്തിൻ്റെ സ്ഥലമാണ്. അങ്ങനെ കുരിശിൽ നമ്മൾ സ്നേഹം, ക്ഷമ, അനുസരണം, ത്യാഗം എന്നീ 4 അതിശ്രേഷ്ഠമായ മൂല്യങ്ങൾ ചേർത്ത് വായിച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 4 അടിസ്ഥാന മൂലക്കല്ലുകളെ നമുക്കവിടെ കാണാൻ കഴിയും. ഈ 4 മൂലക്കല്ലുകളിൽ ചേർത്ത് ജീവിതം പണിയപ്പെടുമ്പോൾ
ജീവിതം എത്ര മനോഹരമായി രൂപാന്തരപ്പെടും. അവിടെ കുരിശ് ഒരു വലിയ വഴികാട്ടിയായി ക്രിസ്തീയ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുകയാണ്. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബായുടെ അടയാളത്താൽ പരിശുദ്ധാത്മാവിന്റെ വകയായി മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന നാം കുരിശ് കാണിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സ്ലീബ പെരുന്നാളിന്റെ സന്ദേശം. ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.